Hi all, magic morning. Magic morning. Okay. Magic morning. Good morning. Morning, ma'am. Good morning. അപ്പം സൺഡേ ഒക്കെ നല്ല രീതിയിൽ എല്ലാവരും ഫാമിലി ആയിട്ടും ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ. ഇന്നൊരു വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്, മൺഡേ ആണ്. വീക്ക് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും മടിയൊക്കെ ഉണ്ട് ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാ മൺഡേയും നോർമലി പ്രവീണ മാം ആണ് സെഷൻ എടുക്കാറ്. സോ ഇന്നത്തെ ടോപ്പിക് വരുന്നത് അപ്ഗ്രേഡിംഗ് ടു വേർഷൻ 2.0 എന്നുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് മാം വന്നിട്ടുള്ളത്. സോ മാമിന്റെ സെഷനിലേക്ക് നമുക്ക് പോവാം. മാം, പ്ലീസ് വെൽക്കം. Thank you, Mufida. Thank you so much for this wonderful welcome. Okay, thank you. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു മണിസാറിയും മുഫീദയും മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കഴിയുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് സെഷനിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഷീല മാം, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, അപ്പോ ഇന്നൊരു രാമുവിന്റെയും ലേഖയുടെയും ഒരു കഥയിലാണ് ഞാനിത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പോസ്റ്റർ കണ്ടല്ലോ, ഒരു അപ്ഗ്രേഡഡ് വേർഷൻ 2.0യിലേക്ക് ഒരു പക്ഷെ 2025 ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ ഇപ്പോഴും ഒരുപക്ഷെ അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ടാവും. ഇടയ്ക്ക് എന്ന് വെച്ച് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഇനി അത് വീണ്ടും തുടരണമെന്ന ആഗ്രഹത്തോടു കൂടി മൂവ് ചെയ്യുന്നവരുണ്ടാവാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ അപ്ഗ്രേഡഡ് വേർഷൻ എങ്ങനെ വേണമായിരുന്നു എന്ന് ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഈ വർഷം ഡിസംബർ 31 ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അപ്ഗ്രേഡഡ് വേർഷൻ എങ്ങനെ ഇരുന്നു എന്ന് ചിന്തിക്കാൻ ഇടയാക്കുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഓരോ നിമിഷവും എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഓരോ നിമിഷവും എന്റെ അപ്ഗ്രേഡഡ് വേർഷനെ കുറിച്ച് ചിന്തിച്ച് ഏത് രീതിയിലാണ് ഞാൻ വളരേണ്ടത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. രാമു ഒരു ടാക്സി ഡ്രൈവർ. അപ്പോ ഒരു യാത്ര കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ലേഖയ്ക്ക് ലഭിച്ച രാമുവിന്റെ ടാക്സിയാണ്. അതിൽ യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്റെ ലഗേജ് എല്ലാം അവിടെ വെക്കുന്ന സമയത്ത് രാമു അതെല്ലാം എടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കാൻ. അപ്പൊ ആ സമയത്ത് രാമു പറയുന്ന ഒരു കാര്യമുണ്ട് ലേഖയോട്. ഞാൻ ഇത് എടുത്തു വെക്കുന്ന സമയത്ത് മാഡം എന്റെ മിഷൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്റെ മിഷൻ ഒരു കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് ലേഖ വായിക്കുകയാണ്. അപ്പൊ ലേഖ വായിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ട്, ടു ഗെറ്റ് മൈ ക്ലയൻസ് ടു ദർ ഡെസ്റ്റിനേഷൻ ക്വിക്ലി, സേഫ്ലി ആൻഡ് എക്കണോമിക്കലി വൈൽ പ്രൊവൈഡിങ് എ ഫ്രണ്ട്ലി എൻവിറോൺമെന്റ്. ഒരു നല്ലൊരു സിറ്റുവേഷൻ, ഒരു അന്തരീക്ഷം ഒരുക്കി എന്റെ ക്ലയൻസിനെ വളരെ സേഫ് ആയിട്ടും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ മിഷൻ. ഇത് വായിച്ചപ്പോൾ ലേഖയ്ക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ അങ്ങനെ അവരുടെ യാത്ര എയർപോർട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ആ സമയത്ത് രാമു ചോദിക്കുന്നുണ്ട്, മാഡത്തിന് കോഫിയാണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ലേഖ പറയും, എനിക്ക് കോഫി ഞാൻ കഴിച്ചു, എനിക്ക് ജ്യൂസ് കിട്ടിയാൽ നന്നായിരുന്നു. അപ്പൊ ഉടനെ രാമു പറഞ്ഞു, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള 2 ജ്യൂസ് കരുതിയിട്ടുണ്ട്, മാമിന് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇത് എടുത്തു കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും രാമു ചോദിച്ചു, ടെമ്പറേച്ചർ ഒക്കെ എയർ കണ്ടീഷണർ ഓക്കെ ആണോ? അപ്പം ലേഖ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, കൂളാണ്, എത്രയും കൂൾനെസ് മതി, കൂടുതലൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ലേഖ വീണ്ടും രാമു പറയുന്നത് മാമിന് വായിക്കാൻ, കാരണം ഒരു 2 മണിക്കൂർ ജേർണി ലേഖയുടെ ഡെസ്റ്റിനേഷനിലേക്ക് ആവശ്യമാണ്. എന്തെങ്കിലും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ട്, കുറച്ച് മാഗസീൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ ലേഖ അത്ഭുതത്തോടു കൂടി, കാരണം ഫസ്റ്റ് ടൈം ആണ് ലേഖ ഇത്തരം ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത്ര ഒരു കോൺവെർസേഷനിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കോ ഒന്നും ലേഖ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ലേഖയ്ക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഫീൽ ചെയ്തത്. കൊള്ളാമല്ലോ, നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയതുപോലെ എല്ലാം ചോദിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന, കാറിനുള്ളിൽ വായിക്കാനാണെങ്കിലും ഒരു ജ്യൂസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാബിൻ. അപ്പൊ ലേഖ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് നമ്മുടെ രാമുവിനോട് ചോദിക്കുകയാണ്, എപ്പോഴും എല്ലാ കസ്റ്റമേഴ്സിനും ഇതേ ഒരു ഫെസിലിറ്റി ആണോ രാമു നൽകുന്നത്?
അപ്പൊ രാമ ഉടനെ റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്: ഇല്ല, ഒരിക്കലുമല്ല. അതായത് കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഇത്തരത്തിൽ ഒരിക്കലും ഞാൻ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം ഒരു മാറ്റത്തിലേക്ക് രാമ വന്നത് എന്ന് ലേഖ ചോദിക്കുന്ന സമയത്ത് രാമ പറയുന്നത് ഇങ്ങനെയാണ്: 2 വർഷം മുൻപ് ഞാനൊരു ഡോക്ടറുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനൊരു ഇടയായി. ആ ക്ലാസ്സിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഡു യു വോണ്ട് ടു ബി എ ഡക്ക് ഓർ എൻ ഈഗിൾ? നിങ്ങൾക്ക് ഒരു ഡക്ക് ആവാനാണോ അതോ ഈഗിൾ ആവാനാണോ, ഒരു പരുന്താവാനാണോ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു. അത് എന്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാക്കി എന്നാണ് രാമ പറയുന്നത്. കാരണം ഡക്ക് എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റുള്ള നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് മുൻപേ, അതൊക്കെ ആയിരിക്കും തന്നെ ഡക്ക് ചെയ്യും. എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഡക്ക്. നമുക്കറിയാം, താറാവ് കൂട്ടങ്ങൾ എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ല, അവർക്ക് എപ്പോഴും കംപ്ലൈൻസും ഉണ്ടാവും. എപ്പോഴും കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടാണ് ഡക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഈഗിൾ അങ്ങനെയൊന്നുമില്ല. ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, ഒരു കംപ്ലൈൻസും പറയാതെ ഒരുപാട് ഉയരങ്ങളിലേക്ക്, എന്ത് മോശമായ കാലാവസ്ഥയാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ക്രീച്ചറാണ് നമ്മുടെ ഈഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്റെ ജീവിതത്തിൽ വലിയ ഈ ചോദ്യം, ഡു യു വോണ്ട് ടു ബി എ ഡക്ക് ഓർ ഡു യു വോണ്ട് ടു ബി എ ഈഗിൾ എന്ന ചോദ്യം 2 വർഷം മുന്നേ ഞാൻ കേട്ടപ്പോൾ അത് എനിക്ക് ഒരുപാട് മാറ്റം വരുത്തി. ഒരുപക്ഷെ ഈ കഥ വായിച്ചപ്പോൾ എനിക്കും ഒരുപാട് കണ്ണു തുറപ്പിക്കുന്ന ചിന്തകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അപ്പൊ അത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ എന്താണ്, പുതിയ പുതിയ കാര്യങ്ങളിലേക്കല്ല ഞാൻ പോയത്. അതായത് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് രാമ ചെയ്തത്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പൊ എന്റെ ടാക്സിയാണ് ഞാൻ ആദ്യം നോക്കിയത്. കാരണം അതാണ് എന്റെ ജീവിതത്തിലെ വരുമാനം. അത് നോക്കുമ്പോൾ ആകെ ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഡിക്കി മുതൽ ഇരിക്കുന്ന പാസഞ്ചർ സീറ്റ് വരെ വളരെയധികം ഡേർട്ടി ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അവിടുന്നാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ എപ്പോഴും എന്റെ വർക്കേഴ്സ്, അതായത് മറ്റ് ടാക്സി ഡ്രൈവേഴ്സുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതായത് എപ്പോഴും പാസഞ്ചറിനെ പറ്റി കുറ്റം, അല്ലെങ്കിൽ എയർപോർട്ടിലെ ഫെസിലിറ്റികൾ ഇല്ലാത്തത്, എപ്പോഴും കംപ്ലൈൻസ് ആണ്. ഒരിക്കലും ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു കസ്റ്റമറെയോ ഒന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഡക്ക് ആവണോ ഈഗിൾ ആവണോ എന്ന ചോദ്യത്തിന് മുന്നിൽ ചോദിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യങ്ങൾ. അപ്പൊ ആദ്യം ഞാൻ എന്റെ ക്യാബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ആ ക്യാബ് ഇങ്ങനെ ഡേർട്ടി ആയിട്ട് വെച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആർക്കൊക്കെയാണ്? ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടാവുന്നത്, ഞാൻ എപ്പോഴും എന്റെ ജീവിതം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ക്യാബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് കസ്റ്റമേഴ്സ്. അപ്പൊ ആദ്യം അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്റെ ക്യാബ് എപ്പോഴും നീറ്റ് ആയിരിക്കാൻ, എന്റെ ക്യാബ് എപ്പോഴും പ്രിഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാബാക്കി മാറ്റാനാണ് ഞാൻ എന്റെ ഏറ്റവും അധികം ആദ്യം ശ്രദ്ധിച്ചത്. പതുക്കെ അതെല്ലാം ഒന്ന് ബെറ്റർ ആക്കിയതിനു ശേഷം പിന്നീട് എന്റെ സംസാരത്തിലേക്കായിരുന്നു എന്റെ ശ്രദ്ധ. ഞാൻ എന്തൊക്കെയാണ് മറ്റ് ക്യാബ് വർക്കേഴ്സുമായിട്ട് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. ഞാൻ അത് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അവിടെ പറയുന്ന കംപ്ലൈൻസുകളോട് യാതൊരു അറിവിയുമില്ല. ഒരുപാട് കംപ്ലൈൻസ് ആണ്. ഈ കംപ്ലൈന്റോട് കൂടിയിട്ടാണ് കസ്റ്റമർ സ്വീകരിക്കുന്നതും അവരെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ജീവിക്കുന്നെന്ന് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് ഞാൻ പുതിയ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ ആ കംപ്ലൈന്റ് പറയുന്ന വർക്കേഴ്സിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങി. അവിടെ നിന്ന് ഞാൻ പതുക്കെ മാറി പുതിയ ചിന്തകളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും, എയർപോർട്ട്, ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എയർപോർട്ടിന്റെ ചുറ്റുപാടുമുള്ള സൗന്ദര്യത്തെക്കുറിച്ചും അവിടെയുള്ള ഗാർഡനെ കുറിച്ചും അവിടെ ചുറ്റുപാടും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് എന്റെ ചിന്ത മാറി തുടങ്ങി. ഇങ്ങനെ ഓരോന്നും ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോ ഞാൻ കൂടുതൽ ഡക്കിനെ പോലെ ശബ്ദം ഉണ്ടാക്കുന്നില്ല. ആവശ്യമില്ലാതെ കംപ്ലൈൻസ് പറയുന്നത് നിർത്തി തുടങ്ങി. ഇങ്ങനെ ആ ഓരോ മൊമെന്റിലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കൂടി ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഉയരങ്ങളിലേക്ക് ഏറ്റവും ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഈഗിളിന്റെ രൂപത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ,
ഓരോ പ്രാവശ്യവും എന്റെ ക്യാബിൽ യാത്ര ചെയ്ത പാസഞ്ചേഴ്സ് വീണ്ടും വീണ്ടും അവർ തിരിച്ച് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യാൻ എത്തുമ്പോഴും എന്റെ ക്യാബ് പ്രിഫർ ചെയ്യുന്നതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഓരോ പ്രാവശ്യം എന്റെ യാത്രകൾക്ക് ശേഷം അവിടെ എൻക്വയറിയിൽ നിന്ന് എന്റെ നമ്പർ അവർ ചോദിച്ചു വാങ്ങി എന്റെ പേര് എന്നെ പ്രത്യേകം പ്രിഫർ ചെയ്ത് എന്റെ ക്യാബ് കിട്ടാൻ വേണ്ടി അവർ മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിത്തുടങ്ങി. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം എനിക്ക് പൂർണ്ണമായും വിശ്വസ്തതയുള്ള വർക്കേഴ്സിന് കൂടി സഹായിക്കാൻ അവർക്ക് കൂടി അത്തരം യാത്രകൾ നൽകാനും എനിക്ക് സാധിച്ചു. പതുക്കെ പതുക്കെ ഞാൻ എന്നിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. എന്റെ ഫലം കണ്ടു തുടങ്ങി. ഇപ്പോ ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. അപ്പൊ ഇത് രാമുവിന്റെ ഈ കഥയിലൂടെ പറയുന്നത് ഇത്ര മാത്രം. 2025 ഒരുപാട് ഗോൾ സെറ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നമ്മൾ. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തിയാണെന്നാലും, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഏറ്റവും നല്ല ഒരു ക്യാബ് ഡ്രൈവർ ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് രാമു ചിന്തിച്ചെടുത്താണ് രാമുവിന്റെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ടു തുടങ്ങി. ഒരുപക്ഷെ ഞാൻ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന വേഷങ്ങളിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ വർഷം 2025 ഡിസംബർ 31 ആകുമ്പോൾ ഞാൻ അണിഞ്ഞിരിക്കുന്ന വേഷങ്ങളിൽ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എനിക്ക് പറക്കാൻ സാധിക്കും? ഞാനൊരു ഹസ്ബൻഡ് ആണെങ്കിൽ എത്രത്തോളം നല്ല ഹസ്ബൻഡായി മാറി, എത്രത്തോളം നല്ലൊരു വൈഫായിട്ട് മാറി, ഒരു നല്ല കുട്ടിയായിട്ട് മാറി, നല്ലൊരു അധ്യാപകനുമായിട്ട് മാറി, എന്റെ കരിയറിൽ വർക്കേഴ്സുമായി ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം ഉയരങ്ങളിലേക്ക് എനിക്ക് പറക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങും. നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങും. ഒരു പക്ഷേ ഇതാവട്ടെ ഈ ഒരു ഡിസംബർ 31 വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ഒരു ജനുവരി 15 ആകുമ്പോഴേക്കും ചിന്തിച്ചു തുടങ്ങേണ്ടത് ഇങ്ങനെയൊരു കാര്യമാണ്. കാരണം ഇപ്പോ അണിഞ്ഞിരിക്കുന്ന വേഷങ്ങളിൽ എത്രത്തോളം ബെറ്റർ ആക്കാൻ എനിക്ക് പറ്റും എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ഓരോ മേഖലകളും നമ്മൾ വ്യക്തമാക്കിയിട്ട് അവിടെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങും. എങ്ങനെയാണ് പ്രസന്റ് മൊമെന്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് ചോദിച്ചാൽ, ചെയ്യുന്ന ഓരോ ജോലിയും ഇപ്പൊ ബി മാജിക്കിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ സമയം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ച് ഇത് ഏത് രീതിയിലാണ് എന്റെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യേണ്ടതെന്ന് മാത്രം ചിന്തിച്ച് അതിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എങ്കിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഒരു ബ്രഷ് ചെയ്യുന്നതും, ഒരു വെള്ളം കുടിക്കുന്നതാണെങ്കിലും, ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും, ഹെൽത്തിനെ കുറിച്ചാണ് ഓരോ നിമിഷവും ചെയ്യുന്നതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിൽ എത്രത്തോളം ചേഞ്ചസ് വരുത്താം എന്ന് ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ ഓരോ ലക്ഷ്യത്തെയും മുഴുവൻ പൂർണ്ണമായും ഉൾക്കൊള്ളാനും അത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് രാമു നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം രാമു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയപ്പോ രാമു ഒരു ഈഗിളായി മാറുകയായിരുന്നു. ഈഗിളായി മാറി തുടങ്ങിയപ്പോൾ വിത്തിൻ 2 ഇയേഴ്സ് 2 വർഷം കൊണ്ട് രാമുവിന്റെ ജീവിതം ആകെ മാറുകയാണ്. കൂടുതൽ കസ്റ്റമേഴ്സ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ മെച്ചങ്ങൾ വന്നു തുടങ്ങി. ഒരുപാട് സഹായങ്ങളും ഒരുപാട് ഫിനാൻഷ്യൽ അബണ്ടൻസും രാമുവിന് വന്നു തുടങ്ങി. കുടുംബം വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി തുടങ്ങി. മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം രാമുവിന് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റി. നല്ലൊരു വീട് പണിതു. രാമുയുടെ ഓരോ ലക്ഷ്യങ്ങളും രാമു ആ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അണിഞ്ഞിരിക്കുന്ന വേഷത്തെ എത്രത്തോളം ബെറ്റർ ആക്കാൻ സാധിക്കും എന്ന ചിന്തയിൽ നിന്നാണ് രാമുവിന്റെ ഓരോ ഗോളും ഫുൾഫിൽ ആയി തുടങ്ങിയത്. നമ്മൾ എല്ലാവരും ചിന്തിച്ചും തീരുമാനമെടുത്ത ഒരു ഗോൾ 2025 നമുക്ക് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ നിമിഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വേഷത്തെയും ഏതൊക്കെ രീതിയിൽ ബെറ്റർ ആക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് നമ്മൾ എളുപ്പം അത് കൊണ്ടുപോകും എന്ന് രാമു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു പാത്രം കഴുകുമ്പോൾ പോലും ആ പാത്രം കഴുകി വെക്കുന്നിടത്ത് എങ്ങനെ ഞാനത് കൃത്യമായി ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ ഗോളും നമ്മൾ അത് ഡിസൈഡ് ചെയ്ത് അതിലേക്ക് ഇറങ്ങുമ്പോഴും ഇതെങ്ങനെ മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിക്കും, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, ഇതിന് എന്തെല്ലാം ഗോൾ സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്തെല്ലാം കംപ്ലൈൻസ് പറഞ്ഞുവോ ആ കംപ്ലൈൻസിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിന് ഓരോ നിമിഷവും അതിലേക്ക് പോകുന്ന ഒബ്സ്റ്റക്കിളിനെ തിരിച്ചറിഞ്ഞ് അതിന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും ഊർജ്ജവും നമുക്ക് ലഭ്യമാവും. സോ ലിവിങ് ദ പ്രസന്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു ചേഞ്ചും കൂടി വരുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ഈഗിളായിട്ട് പറന്നുയരാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തിക്കുക.
ഈസ് ഐ വോണ്ട് ടു ബി എ ഡക്ക് ഓർ എ നീഗൽ. ഞാനൊരു എപ്പോഴും ശബ്ദമുണ്ടാക്കി കംപ്ലൈൻസ് പറയുന്ന ഒരു ഡക്കായി ജീവിക്കണമോ, അതോ ഈ കംപ്ലൈൻസ് എല്ലാം മാറ്റി എന്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ അടിസ്ഥാനമാക്കി ആ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എത്രത്തോളം ഭംഗിയാക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഗോൾ സെറ്റിങ്ങിലേക്കുള്ള വഴിത്തിരിവുകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. എല്ലാവർക്കും 2025 ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഗോൾ ഫുൾഫിൽ ചെയ്യാൻ ഓരോ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ചിന്തിക്കുക ഓരോ നിമിഷവും, ഈസ് ഐ വോണ്ട് ടു ബി എ ഡക്ക് ഓർ ഈസ് ഐ വോണ്ട് ടു ബി എ ഈഗിൾ. റിമെമ്പർ, ഇതെപ്പോഴും ചിന്തിക്കുക. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോ പോലും ഞാനൊരു ഡക്ക് ആവണമോ അതോ ഈഗിൾ ആവണമോ? തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പറക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു, ബൈ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ ഒരു ടൈമാണ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സമയം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അഖില മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്നത്തെ പോലെ നല്ല ക്ലാസ് ആയിരുന്നു. ഈ കഥ മാം തന്നെയാണോ എന്തോ മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കഥ കുറച്ച് നാള് മുന്നേ കേട്ടിട്ടുണ്ട്. മാം പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ നല്ല ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു കഥയിലൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ ഈ വർഷത്തെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻനിർത്തി പരിശ്രമിക്കുന്നതാണ്. താങ്ക് യു മാം. വെൽക്കം. തീർച്ചയായിട്ടും അഖില, ഇത് മുൻപേ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയും പ്രചരിച്ച ഒരു കഥയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഈ കഥ കേട്ട് നമ്മളങ്ങ് മറന്നുപോകും. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ശരിയാണ്, ഞാൻ ഇപ്പൊ ചെയ്തോളൂ, ഗോളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന ഒരുപാട് വേഷങ്ങളുണ്ട്. ഒരു പക്ഷെ ഒരു മകളായിട്ടായിരിക്കാം, ഒരു സിസ്റ്റർ ആയിട്ടായിരിക്കാം, ഒരു നല്ലൊരു ജോബിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ഞാൻ കംപ്ലൈൻസ് കൂടുതൽ പറയുന്നുണ്ടോ? ഞാൻ അവിടെ കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? അതൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോ ദിസ് ദ വണ്ടർഫുൾ സ്റ്റോറി ഐ എക്സ്പീരിയൻസ്, ഞാൻ കേട്ട ഒരു നല്ല കഥയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആ അണിഞ്ഞിരിക്കുന്ന റോളുകളൊക്കെ ബെറ്റർ ആക്കി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത ഗോളുകളും പൂർത്തീകരിക്കാൻ നമുക്ക് ഒരുപാട് വഴികൾ തുറന്നു കിട്ടും എന്ന് മനസ്സിലാക്കി. അന്ന് മുതൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബി മാജിക്കിലാണെങ്കിൽ ഇത് ഏറ്റവും ഭംഗിയാക്കുക. കാരണം ഇതാണ് പ്രസന്റ് മൊമെന്റ്. ഇത് ഭംഗിയാക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട്, കാരണം അത് ഉൾക്കൊള്ളുക, അത് ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്താൽ മാത്രം പോരാ, ഞാൻ ഇതിന്റെ ജീവിതത്തിലേക്ക് കൂടി പകർത്തുമ്പോൾ മാത്രമേ ഈ മൊമെന്റ് അത് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ഒരു സ്റ്റോറി ഞാൻ എടുക്കാൻ. അപ്പൊ അപ്ഗ്രേഡഡ് വേർഷനായിട്ട് നിങ്ങൾക്ക് മാറാനുള്ള ഒരു ഗോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ട് അതിന് പിന്നാലെ ഓടാതെ, ഒരു ഗോളിന് പിന്നെ ഓടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും റെക്ടിഫൈ ചെയ്ത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അത് ചെയ്ത് കംപ്ലൈൻസ് കുറച്ച് ശബ്ദമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കഥ ഇത് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു അഖില മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, പ്രവീണ മാം നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഏത് പോയിന്റിൽ തൊട്ടാണ് ചേഞ്ച് ആവേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും, വളരെ എഫേർട്ട് ഇടണോ എന്ന് ചോദിച്ചാൽ എഫേർട്ട് ഇടണം. പക്ഷെ മനസ്സുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു എഫേർട്ട് ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു ടാക്സി ഡ്രൈവറിന് അതേമാതിരിയുള്ള ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കവിഞ്ഞും എത്രയോ മാത്രം ചിന്തിക്കാനുള്ള അറിവും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ബി മാജിക്കിൽ നിന്ന്. അപ്പം ഓരോ വ്യക്തിക്കും 2025 വളരെ ഭംഗിയാക്കി കൊണ്ടുപോകണം എന്നുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എഫേർട്ട് ഇല്ലാതെ തന്നെ, എന്നാൽ എഫേർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പം മാം പറഞ്ഞപ്പോ ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും അയാൾ ആ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി എത്രമാത്രം എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നാമുമായിട്ട് സംസാരിക്കുന്നവരോടൊക്കെ നമ്മൾ എന്താണ് കൂടുതൽ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്,
നമുക്കതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് വേണ്ട തലത്തിൽ ചേഞ്ചസ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് 2025 നല്ലൊരു നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ ചേഞ്ച് കൊണ്ടുവരുന്നതായിരിക്കും. ഈവൻ ഈ പറഞ്ഞതുപോലെ മാം പറഞ്ഞതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ എന്താണ് കൈ കിട്ടുന്നതെന്നാൽ അതിട്ടുണ്ടെങ്കിൽ പോകുന്ന ഒരു നേച്ചറൊക്കെ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒക്കെ ആണെങ്കിൽ വേഷം തൊട്ടേ മാറ്റണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മാം, നല്ലൊരു തിരിച്ചറിവ് തന്ന ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷീല മാം. കണ്ടു ഷീല മാം പറഞ്ഞത് ഡ്രസ്സിങ് ഒരു മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ചിലപ്പോൾ ഇതായിരിക്കാം നമ്മൾ ഒരുപക്ഷെ ഗോളിലേക്ക് നമ്മൾ ഏറ്റവും അടുപ്പിക്കുന്ന ഒരു ഫാക്ടർ. അപ്പൊ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊമെന്റിൽ ഞാൻ അതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം. അപ്പൊ ഒരാഴ്ച നമ്മൾ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. നമ്മൾ പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അലമാരയിൽ ചെന്ന് തിരക്ക് പിടിച്ച് സമയമില്ലെന്നും പറഞ്ഞ് കിട്ടുന്ന എടുത്തിട്ട് ഓടുന്ന ഒരു അവസ്ഥയാണ്. അതിന് പകരം ഒരാഴ്ചക്കുള്ളത് നമുക്കൊന്ന് ഡിസൈഡ് ചെയ്യാം. ആവശ്യത്തിന് വസ്ത്രങ്ങൾ നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, അതൊന്ന് കൃത്യമായി അയൺ ചെയ്ത് അതൊരു മാറ്റങ്ങളൊക്കെ വരുത്തി അത് കൃത്യമായിട്ട് വെക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് അവിടെ സമയം ലാഭമാണ്. കണ്ടോ, സമയം ലാഭം. എന്റെ വേർഷൻ ആദ്യം എന്റെ ഗോളിന് പിന്നാലെ ഓടാതെ ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഗോളും നമ്മുടെ കൂടെ വന്നോളും എന്ന് തന്നെയാണ് രാമു പറയുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. താങ്ക് യു ഷീല മാം. Thank you for sharing. Good താങ്ക് morning യു all. നൗഫൽ സർ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? മാഡത്തിന്റെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ചെറിയൊരു ക്ലാസ് ആണെങ്കിൽ പോലും എന്താ പറയാ, ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ 100% സക്സസ് ആവുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അവതരണ ശൈലിയാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാക്കുന്ന ഉദാഹരണവും ആ ശൈലിയും ആ ഏറ്റക്കുറച്ചിലൊക്കെ അവതരണം വളരെ നന്നായിരുന്നു. താങ്ക് യു. അതേപോലെ മാം പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ 2 പുസ്തകത്തെ പരിചയപ്പെടുത്തി തരാം. ഒന്ന് ഇതാണ്, ഈ നിമിഷത്തിൽ ജീവിക്കൂ, ദ പവർ ഓഫ് നൗ. ഈ ബുക്ക് എല്ലാവരും ഒന്ന് വായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡു ഇറ്റ് ടുഡേ. മാഡം പറഞ്ഞ കണ്ടന്റുകളൊക്കെ ഉൾക്കൊള്ളിക്കാൻ, കാരണം ഈ കുറഞ്ഞ സമയം കൊണ്ട് മാഡത്തിന് പറയാൻ പറ്റിയ കാര്യങ്ങൾ മാഡം പറഞ്ഞോളൂ. അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ 2 ബുക്കും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മാഡം പറഞ്ഞ കാര്യങ്ങൾ ആഴത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുകയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയും. കാരണം ഇതിലൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന പറഞ്ഞില്ല. അതേപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക. നമ്മളിപ്പം രാവിലെ ചായ കുടിക്കുമ്പോൾ തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് അത് ആസ്വദിച്ച് കഴിക്കുക. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ അത് എങ്ങനെ കഴിക്കണം, ആ നിമിഷത്ത് മറ്റുള്ള ചിന്തകളെ എങ്ങനെ നമുക്ക് മൈൻഡിൽ നിന്ന് ഒഴിവാക്കാം എന്നൊക്കെ ഈ പറയുന്നതും മാഡം ഈ ക്ലാസ്സിലൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് നല്ലൊരു അപ്പവും മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ മുട്ടക്കറിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ചായ ആണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടോ ഫോണിൽ ഇതാക്കണ്ടോ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് എങ്ങനെ ചിന്തിച്ചുകൊണ്ടോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ശരിക്കും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ മണം, ഗുണം, രുചി, ഈ 3 കാര്യങ്ങൾ ആസ്വദിച്ച് നമ്മൾ കഴിക്കണം. അപ്പൊ അത് ഭക്ഷണം മാക്സിമം നമുക്ക് ഒരു 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. 5 മിനിറ്റ് മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താക്കുക, മറ്റുള്ള നമ്മളെ സമീപത്ത് ഇരിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ട് കഴിക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക. ഓരോ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊക്കെയാണ് മാഡം ഈ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ഡ്രൈവർ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം. തൊട്ട് മുമ്പ് മാഡം പറഞ്ഞതുപോലെ ആ ഫീഡ്ബാക്ക് പറഞ്ഞ പോലെ പിന്നെ നമ്മളെ ഡ്രസ്സിനെ കുറിച്ചാണെങ്കിലും ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിലും നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച്, ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചു. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ എക്സസൈസ് ചെയ്യാൻ പോകും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുന്നില്ല. നമ്മൾ ഭക്ഷണം എന്താ കഴിക്കേണ്ടതെന്ന് ആരും തീരുമാനിച്ചില്ല. വീട്ടിലുള്ളത് പിന്നെ വൈഫ് ഉണ്ടാക്കി തരുന്ന നമ്മൾ കഴിക്കും. പക്ഷെ നമ്മൾ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരാൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ രാവിലെ തന്നെ എഴുതി വെക്കുക, ഇന്ന് ഉച്ചക്ക് ഞാൻ വെജിറ്റബിൾ ആയിരിക്കും കഴിക്കുക, പിന്നെ ജങ്ക് ഫുഡ് ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, ഇന്ന് നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിക്കും. അത് നമ്മൾ വേണമെങ്കിൽ ചെറിയൊരു പേപ്പറിൽ എഴുതി നമ്മൾ പോക്കറ്റിലോ ബാഗിലോ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അല്ല നമ്മളെ ടേബിളിൽ ജോലി ചെയ്യുന്ന ഡെസ്കിൽ ചെറുതായിട്ട് ഒട്ടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മൾ ജങ്ക് ഫുഡ്, അത് സൗജന്യ ഭക്ഷണമായിരിക്കും. ചിലപ്പോൾ നമ്മളിന്ന് സാധാ ചോറും സദ്യയും കഴിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് സൗജന്യ ഭക്ഷണം, സൗജന്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചത് നമ്മൾ സുഹൃത്ത് പറയുന്നത് എൻ്റെ വക ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ
ചിലപ്പോൾ മന്തിയാണ് വാങ്ങി തരുന്നെങ്കിൽ അല്ല അൽഫാം അങ്ങനത്തെ ആണെങ്കിൽ നമുക്കത് ഇത് നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിനൊക്കെ വേണ്ടത് ആത്മനിയന്ത്രണമാണ്. ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയും. പിന്നെ നാളെ ഈ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കും. അങ്ങനെ നാളെ അങ്ങനെ പോകും. ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ഇന്ന് ഈ വസ്ത്രമാണ് ധരിക്കുക, ഇന്ന് ഇത്ര ഭക്ഷണം കഴിക്കും, ഇന്ന് പിന്നെ കൂടുതൽ സലാഡ് കഴിക്കും, ഇന്ന് വാക്കിങ്ങിന് പോകും, പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതേപോലെ ഇന്ന് ഞാൻ നന്ദി പറയും. നമ്മൾ ശരിക്കും ഇതിൽ കുറേ ആൾക്കാരുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരുണ്ടാവും, അഫർമേഷൻ എഴുതുന്നവരുണ്ടാവും, ഫോർഗീവ് ചെയ്യുന്നവരുണ്ടാവും. അതൊക്കെ നമ്മൾ രാവിലെ എഴുതി നമ്മളെ ആ പണി കഴിഞ്ഞ് നമ്മൾ അടുത്ത പണിയിലേക്ക് പോവുക. അതല്ല, അതൊക്കെ ലൈഫിൽ ഉടനീളം രാത്രി കിടക്കുന്നവരെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ദൈവത്തിനോട് എഴുന്നേറ്റ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റതിൽ നന്ദി, നല്ല കണ്ണുകൾ നന്ദി, അത് മാത്രം പറഞ്ഞിട്ട് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് അവസാനിച്ചാൽ പോരാ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടോ കിട്ടി, ഓട്ടോക്കാരന് പൈസ കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് ഓട്ടോ കിട്ടി, ആ പൈസ കൊടുക്കുമ്പോൾ ഡ്രൈവറോട് നന്ദി പറയാം. ഒരു ചായ കുടിച്ച് ആ സപ്ലയറോട് നന്ദി പറയാം, സമയത്ത് തന്നെ നമുക്ക് കിട്ടി, ക്യാഷറോട് നന്ദി പറയാം. അവിടുന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വൈകുന്നേരം വരെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഫോർഗീവ് അതേപോലെ തന്നെ പറയാം. നമ്മൾ സെക്യൂരിറ്റിനെ കാണാൻ ഡോർ തുറന്ന് നമുക്ക് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, അതുപോലെ പുഞ്ചിരിക്കുക. ഒരു ദിവസം പുഞ്ചിരിക്കണം നമ്മളെല്ലാവരും പഠിച്ചതാണ് മുമ്പത്തെ ക്ലാസ്സിൽ. നമ്മൾ എത്ര ദിവസം പുഞ്ചിരിച്ച്, 2 ദിവസം പുഞ്ചിരിച്ച്, 3 ദിവസം പുഞ്ചിരിച്ച്, എത്ര ആളുകളോട് പുഞ്ചിരിക്കുന്നുണ്ട്? നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രം, അങ്ങനല്ലേ? അതേപോലെ നമ്മൾ എത്ര ആൾക്കാരോട് ഒരു ദിവസം പരിചയപ്പെടുന്നുണ്ട്, അത് നമ്മൾ നിലനിർത്തുന്നുണ്ടോ? അതൊക്കെ നോക്കുക. പിന്നെ കൺസിസ്റ്റൻസി തന്നെ കാര്യം, സ്ഥിരോത്സാഹം, ബ്രോഡ്കാസ്റ്റ് നീട്ടി വെക്കുക, നാളെ ഈ 2 കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സമയം കുറച്ച് എടുത്തുപോയി, സോറി, ക്ഷമിക്കണം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്താക്കുക, കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് വരിക. ഒരു ദിവസം എല്ലാ കാര്യങ്ങളും, ഇപ്പൊ അഫർമേഷൻ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ പോസിറ്റീവാണ്, ബോൾഡാണ്, അതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതോടുകൂടി അന്നത്തെ കഴിഞ്ഞു. പക്ഷെ പോരാ, നമ്മൾ വാഹനത്തിൽ പോകുന്നവരാണെങ്കിൽ അഫർമേഷനൊക്കെ ഒരു ദിവസം 200-300 തവണ പറഞ്ഞാൽ അതൊക്കെ എന്താവുള്ളൂ, മനസ്സിലേക്ക് പിടിക്കുള്ളൂ. നമ്മൾ 5 തവണ 6 തവണ അല്ലെ 10 തവണ എഴുതിയത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ അത് അവിടെ തീരുന്നില്ല. അത് നമ്മൾ രാത്രി വരെ പറയണം. വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ കണ്ണടച്ചിട്ട് പറയാൻ പറ്റുകയാണ് പറയാം. ആരും ഇല്ലാത്ത വഴികളിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അഫർമേഷൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താക്കുക, ഒരു ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാഡം പറഞ്ഞ പോലെ സക്സസിലേക്ക് എത്താൻ പറ്റും, പെട്ടെന്ന് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് എത്താൻ പറ്റുന്നത് 1 കൊല്ലം കൊണ്ട് എത്താൻ പറ്റും. 60 വയസ്സിൽ എത്താൻ പറ്റുന്നത് 30 വയസ്സിൽ എത്താൻ പറ്റും. അപ്പോൾ താങ്ക് യു ഓൾ. മാഡത്തിന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ, താങ്ക് യു സോ മച്ച്. ഇന്ന് നൗഫൽ നമുക്ക് 2 വിലയേറിയ പുസ്തകങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. വിലയെന്ന് പറയുമ്പോൾ അതിന്റെ പൈസ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാരണം അത്രയും നല്ലൊരു പുസ്തകമാണ് ദ പവർ ഓഫ് നൗ. അത് എത്ര വായിച്ചാലും മതിവരാത്ത ഒരു പുസ്തകമാണ്. ഞാൻ എന്റെ കൂടെ സൂക്ഷിച്ചു വെച്ച ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ്. ബാക്കി മിക്കവാറും പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, പക്ഷെ ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് സൂക്ഷിച്ചു വെച്ചു, കാരണം അത്രയും. എക്കാർട്ട് ടോലെ, ശീലമാൻ ചോദിച്ചിരുന്നു, എക്കാർട്ട് ടോലെ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പുസ്തകമാണ് ദ പവർ ഓഫ് നൗ. എല്ലാം നഷ്ടപ്പെട്ട് ഒരു സൂയിസൈഡിലേക്ക് പോലും ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് അദ്ദേഹം തിരിച്ചു ജീവിതത്തിലേക്ക് വന്ന് നേടിയ നേട്ടങ്ങളെ കുറിച്ചും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നൗഫൽ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈലാണ്. ഒരു പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്നല്ല, ഈ ഒരു അഡിക്ഷൻ ആയ വ്യക്തികളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ മൊബൈൽ ഒരു കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം റീൽസ് അത്രയും നമുക്കിപ്പോ ഒരു അഡിക്ഷൻ പോലെയാണ്. ഓക്കെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആ നിമിഷം ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഈ ഭക്ഷണം എനിക്ക് ഊർജമായി മാറുന്നു, എനിക്ക് ഹെൽത്തി ആയിട്ട് എന്റെ ശരീരം കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ എനർജികളും, എനിക്ക് എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണം എന്നെ തേടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അത്തരം ഭക്ഷണങ്ങൾ മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു. അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കുക, ആ നിമിഷം ഭംഗിയാക്കാൻ നമ്മൾ പൂർണ്ണ മനസ്സോട് ഉൾക്കൊള്ളുമ്പോൾ, പറഞ്ഞതുപോലെ 5 വർഷം കൊണ്ട് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യം 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതെനിക്ക് അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് തോന്നി. കാരണം
ഒരു പക്ഷെ ഞാൻ ചിന്തിച്ച ഡിസംബർ 31 ആവുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആവും എന്ന് അത് ആലോചിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ആ ഡിസംബർ 31 എത്തിക്കേണ്ട ഗോള് ഇപ്പോ ഈ നിമിഷം ചെയ്യുന്നുണ്ടോ, അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തത്. എന്നാൽ താങ്ക് യു സോ മച്ച് നൗഫൽ. ഡു ഇറ്റ് നൗ എന്ന പുസ്തകമാണ് രണ്ടാമത് നൗഫൽ ഷെയർ ചെയ്ത അതാരാണ് എഴുതിയിരിക്കുന്നത് കൂടി നൗഫൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഡു ഇറ്റ് നൗ എന്ന പുസ്തകം ശീലമാൻ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ. ഡാരിയസ് ഫോറക്സ് പറഞ്ഞിട്ട് ആളാണ്. ഡാരിയസ് ഫോറക്സ് കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, കേൾക്കുന്നു. ഡാരിയസ് ഫോറക്സ്, അത് ഗൂഗിളിൽ നിങ്ങൾ ഡു ഇറ്റ് നൗ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പവർ ഓഫ് നൗ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഓഥറെ കൂട്ടി തിരിച്ചു കിട്ടും. എന്തായാലും നമുക്ക് എല്ലാവർക്കും വായിക്കാൻ ഒരു പുസ്തകം കൂടിയായിരുന്നു. അതെ, ഒരു ഇതുകൂടി പറയണം. അതായത് ചിലപ്പോൾ വരുമാനം ഇല്ലാത്തവരോ ജോലി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ ഇതിന്റെ ഓഡിയോ ബുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ സിനിമകളൊക്കെ കാണുന്ന ആ സമയം മതി ഇങ്ങനത്തെ ഓഡിയോ ബുക്കൊക്കെ കേൾക്കാൻ. ജോലിയിൽ ഹെഡ്സെറ്റ് ഒക്കെ ഇട്ടിട്ടൊക്കെ കേൾക്കാൻ പറ്റും വണ്ടി യാത്ര ചെയ്യുമ്പോൾ. ഓക്കെ, ഗ്രേറ്റ്. അതിനും ഒരു വഴി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് 2 പുസ്തകം വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ അതിന്റെ ഉള്ളിൽ എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആവശ്യമായ വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം എന്നുകൂടി നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു നൗഫൽ സർ. താങ്ക് യു പ്രവീണ മാം. ഓക്കെ, അപ്പം ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളത്? പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം കേട്ടോ. സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാമിന്റെ ഇന്നത്തെ. അതുപോലെ തന്നെ ഇപ്പൊ നൗഫൽ പറഞ്ഞ കുറെ കാര്യങ്ങള് നമ്മള് എന്താ പറയാ മാം പറഞ്ഞതിനോട് ചേർന്നിട്ട് കുറച്ച് ഫീഡ്ബാക്ക് പറഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. കേട്ടപ്പോ എന്തോ ഒരു മര്യാദ. ആ 2 ബുക്കിന്റെ പേര് പറഞ്ഞപ്പോ എന്തായാലും വായിക്കണം. വായനയിൽ കുറച്ച് ബാക്കിലോട്ടാണ്. എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ ടൈമിന്റെ കുറവാണ്. അംഗൻവാടിയുടെ വർക്ക് തന്നെ ഒരുപാട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും ചെയ്യാണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ചിലപ്പോ സാധിക്കാറില്ല. എന്തായാലും ശ്രമിക്കണം ഒന്നും കൂടി. അപ്പൊ ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സിന്ധു മാം പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. എനിക്ക് വായിക്കണമെന്നുണ്ട്. അപ്പൊ പുസ്തകങ്ങൾ സമയം കിട്ടാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന്, ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ജ്ഞാനം കിട്ടുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പുസ്തകം വായിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നത്, സിന്ധു മാം പറഞ്ഞു ഒരുപാട് അംഗനവാടിത്തെ വർക്കുകളുണ്ട്, മതി. ചിലപ്പോ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേടി വരുന്ന ഓരോ അവസരങ്ങളും വ്യക്തികളും നമുക്കൊരു പാഠപുസ്തകം ആക്കാന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഇത് എനിക്ക് കേട്ടിട്ട് വലിയ സുഖം തോന്നുന്നത്, ഇതിനെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാം. അവിടെ നമുക്കത് പഠിക്കാം, ആ വ്യക്തിയെ പഠിക്കാം. അതിലൂടെ നമുക്ക് വേണ്ടത് സ്വീകരിച്ച് ആ വ്യക്തിയുടെ നല്ല ക്വാളിറ്റി നമുക്ക് സ്വീകരിക്കാം. ആ വ്യക്തി പക്ഷെ നമ്മളെ പരിചയപ്പെടുത്തി നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാം. ഇത് തന്നെയാണ് പുസ്തകങ്ങളും ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ അവർ തിരിച്ചറിഞ്ഞമായ കാര്യങ്ങളാണ് പുസ്തകങ്ങളിലൂടെ നമുക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം ഒരു പാഠപുസ്തകമാക്കി ചിന്തിക്കുന്ന പറഞ്ഞവർ കടന്നു പോകുന്ന അവസരങ്ങളെ വ്യക്തമായി പഠിച്ച് അതിന് വേണ്ട ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ നമുക്ക് പലപ്പോഴും ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി പറയും, ഇത് ശരിയല്ല, നമുക്ക് ഒരുപാട് അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്തിന് ഇത് കേട്ടു, ഒരു പക്ഷെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഇപ്പൊ ഇത്തരം ഒരു അവസരത്തിലൂടെ കടന്നുപോയത്, ഞാൻ എന്തിനാണ് ഇത് കേട്ടത്. ചിലപ്പോ കേട്ടതിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇപ്പൊ ഈ 2 പുസ്തകങ്ങളെ കുറിച്ച് കേട്ടത്, ചിലപ്പോ അത് വായിക്കാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ കടന്നു പോകുന്ന ഇപ്പൊ ഈ അവസരത്തിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് എന്തുകൊണ്ട്, അപ്പൊ അതിന്റെ പിന്നാലെ പോവുക. ഒരിക്കലും അതിനല്ലാതെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിന്റെ പിന്നാലെ ഓടാതെ അതിനാവശ്യമായി ഈ മൊമെന്റിൽ ഞാൻ ഇത് കേട്ടത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നത് നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ജീവിതം ഒരു പാഠപുസ്തകം തന്നെയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളും ഒരു വലിയ പാഠപുസ്തകമാണ്. നമ്മുടെ അവസരങ്ങൾ നമ്മൾ തേടി വരുന്ന ഓരോ സിറ്റുവേഷൻസും ഓരോ പാഠപുസ്തകമാണ്. അതിനൊക്കെ ഏറെ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം, ഈ 2025 അത്തരം ചിന്തകളിലൂടെ പോകുമ്പോൾ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു സിന്ധു മാം, അത്തരം ഒരു കാര്യം ഷെയർ ചെയ്യുന്നു. താങ്ക് യു.
ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും നിങ്ങളെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ ഇതുവരെ ഫീഡ്ബാക്ക് ഒന്നും പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതില് സ്കിയോളോയില് പിന്നെ സേഫ് സാർ തന്നെ ഇതില് ബുക്ക് റിവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞ ബുക്കും അതേപോലെ ദ മോങ്ക് ഓഫ് സോൾസ് ഫെറാറി ഒക്കെ നല്ല ഭംഗിയായിട്ട്, അതായത് നമുക്ക് 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ കേട്ട് തീരൂല. അതിപ്പോ ആ ഓഡിയോ വീഡിയോ അതിലുണ്ടോന്ന് അറിയില്ല. സെർച്ച് ചെയ്താൽ കിട്ടും. സ്കിയോളോന്റെ യൂട്യൂബ് ചാനലിൽ മുമ്പ് സാറ് പിന്നെ ചെയ്തിരുന്നു. അതൊക്കെ കേട്ടാൽ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിൽ ഏറ്റവും വലിയ ഒരു ഇത് എനിക്ക് പറഞ്ഞാൽ, മാഡം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബുക്ക് ഞാൻ 9 മാസം 10 മാസം മുമ്പ് വായിച്ച് എടുത്തു വെച്ചതാണ്. ഇതിലെ കാര്യങ്ങളൊക്കെ മറന്നു പോയിരുന്നു, ഇംപ്ലിമെന്റേഷൻ ഒക്കെ നിന്ന് പോയിരുന്നു. അപ്പോൾ ഒന്നുകൂടി റീമൈൻഡ് ചെയ്തതിൽ പ്രത്യേകം നന്ദി പറയാണ്. താങ്ക് യു. ഇന്ന് മുതൽ വീണ്ടും ആ ബുക്ക് തുടർച്ചയായി വായിക്കാനുള്ള ഇതിലാണ്. താങ്ക് യു, വളരെ നന്ദി. നൗഫൽ, ആ വോയിസ് റെക്കോർഡ് ഒന്ന് ഇട്ട് തരുമോ നമ്മുടെ ഗ്രൂപ്പിൽ? പിന്നെ ഇത് സേഫ് സാറിൻ്റെതോ? ആ, അത് സ്കിയോളോ എന്ന് പറഞ്ഞാൽ നമ്മളെ പേജ് ഉണ്ട്. അതിന് മാഡത്തിന് മുഫീദ മാഡം പറഞ്ഞു തരും. അപ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ടോ സംശയമുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും, നോക്കിയാൽ അതിൽ പിന്നെ ഹെഡ്ലൈൻ ഉണ്ട് ഓരോ പുസ്തകത്തിന്റെയും പേര്. സത്യം പറഞ്ഞാൽ ആ ക്ലാസ് ഒക്കെ കേട്ടിട്ടാണ് ബുക്കൊക്കെ കൂടുതൽ വായിക്കാനുള്ള ഒരു ഇൻസ്പയർ വന്നത്. നല്ല ലളിതമായിട്ട് ഓരോ പേജും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഓരോ പേജും ഒരു ദിവസം എന്ന നിലയിലാണ് സാർ അത് ആ ക്ലാസ് എടുത്തത്. അതിലുണ്ടാവും, ആ ബുക്കിൽ ചാനലിലുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാം. മണി സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു പ്രസന്റേഷൻ ആണ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമ്മളെല്ലാം നമ്മളെ തന്നെ സ്വയം വിലയിരുത്തി ഒന്ന് ബെറ്റർ ആകാനും, അതായത് നല്ല ഒരു പുരോഗമനത്തിലേക്ക് വരാനും, ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ്, നല്ല ലളിതമായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ കാർ ഡ്രൈവറെ ഇതായാലും ശരി, നമ്മളെ ഡക്കിൻ്റെയും ഈഗിളിൻ്റെയും സ്റ്റോറി പോലെ വളരെ മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്ത് ആശയം നമ്മളിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ഓരോ നിമിഷവും അതായത് നൗഫൽ സാറ് പറഞ്ഞ ആ 2 ബുക്കിലുള്ള കണ്ടന്റ് തന്നെയാണ് ശരിക്ക് പറഞ്ഞാൽ വളരെ നട്ഷലില് മാം അവതരിപ്പിച്ചത്. ഡു ഇറ്റ് നൗ, പ്രസന്റ് മൂമെന്റിൽ ഇത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ നിമിഷവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനാണ് മാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുരോഗതിയിലേക്ക് എത്താനും നമ്മളെ ലക്ഷ്യത്തിലേക്ക് താനെ എത്തും. ലക്ഷ്യം കാണണ്ട, ഇപ്പോഴെ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക. അതുപോലെ തന്നെ ഡു ഇറ്റ് നൗ, അത് ഉടനെ തന്നെ പ്രാവർത്തികമാക്കുക. അപ്പൊ ആ ആശയം വളരെ ലളിതമായ എക്സാമ്പിളിൽ നമ്മൾ എത്തിച്ച് അത് വളരെ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ തുടങ്ങാൻ ഇതുവരെ ചെയ്തിട്ട് വരികയാണെങ്കിലും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ നമുക്ക് പുതിയ ഒരു ഇത് എന്തൊക്കെ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, സ്വയം വിലയിരുത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തേജനം നൽകുന്ന ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. താങ്ക് യു വെരി മച്ച് മാം. ഓൾവേസ് ഇങ്ങനെ തന്നെയാണ് ക്ലാസ്സുകൾ, നല്ല എക്സാമ്പിളും നല്ല സ്റ്റോറി ലളിതമായിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതാണ് മാമിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മണി സാർ. തീർച്ചയായിട്ടും മണി സാർ പറഞ്ഞ കാര്യം, ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ പലപ്പോഴും പരതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കേണ്ടത്, നമ്മൾ ഈ നിമിഷം എനിക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോ പറഞ്ഞ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് ഒരുപാട് ഞാൻ എന്തിനാണ് ഇത് കേട്ടത്? നൗഫൽ സാർ ഒരുപാട് കാര്യം പറഞ്ഞു, മണി സാർ പറഞ്ഞു, പിന്നെ സിന്ധു മാം പറഞ്ഞു, അഖില പറഞ്ഞു. ഇപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇതൊക്കെ കേട്ടത് എന്തിനാണ്? അതിനൊരു പർപ്പസ് ഉണ്ട്, ആ കേൾക്കാൻ ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഇപ്പൊ കേട്ട ചില കാര്യങ്ങൾ എടുത്താൽ മതി. അതെടുത്ത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ അടുത്തൊരു ക്ലാസ് ഇതിലും ബെറ്റർ ആയിട്ട് തീർച്ചയായിട്ടും വരും. പറഞ്ഞവര് അപ്ഗ്രേഡ് ചെയ്യാൻ ഇത് മതി. ഇപ്പൊ കേട്ടത് എന്റെ അപ്ഗ്രേഡേഷന് വലിയ ഒരു മുതൽക്കൂട്ടാണ്, എന്റെ ഗോൾ സെറ്റിംഗിലേക്ക് എന്നത് കൂടുതൽ സഹായിക്കും തീർച്ചയാണ്. എന്തായാലും ഒരുപാട് നല്ല ഫീഡ്ബാക്കിന് നന്ദി. താങ്ക് യു. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 1 മിനിറ്റും കൂടെ തരാണ്. ആരും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ആരെങ്കിലും ഉണ്ടോ ഇനി?
ഇല്ല, ഓക്കെ. അപ്പം ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രവീണ മാം ഷെയർ ചെയ്തിട്ടുള്ളത്. പ്രവീണ മാം ആണെങ്കിലും നൗഫൽ സാർ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പൊ എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മാം, പ്രവീണ മാം? ഓക്കെ, യെസ്. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു അപ്ഗ്രേഡിംഗ് ടു വേർഷൻ 2.0 എന്ന ടോപ്പിക് എടുത്തിട്ടുള്ള പ്രവീണ മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു all. Thank you. Thank you. Thank you, madam.